റെനെ ലാലേട്ടൻ എപ്പിസോഡിൽ നിന്ന് ഒഴിവാക്കണം എന്നൊരു തീരുമാനം വൈൽഡ് കാർഡുകളും ബിഗ് ബോസും അറിയിച്ചതിന് ശേഷം റെന മുന്നോട്ട് വന്നു നിന്ന് മസ്താനിക്കെതിരായിട്ട് ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് കേട്ടോ. ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. എന്റെ കോണ്ടന്റുകൾ പോരാ എന്ന് പറയുന്ന മസ്താനി എന്നെ വിരല് വെച്ചിട്ട് റോങ് ആയ രീതിയിൽ ഗോഷ്ടികൾ കാണിച്ചിട്ടുണ്ട് എന്ന് റെന പറയുന്നുണ്ട്. ലിവിംഗ് റൂമിന്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ടാണ് പറയുന്നത്. മിഡിൽ ഫിംഗറിന് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടോ എന്ന് മസ്താനിയോട് റെന ചോദിച്ചതിന് ശേഷമാണ് ഈ രീതിയിൽ ഫിംഗർ വെച്ചിട്ട് കാണിച്ചതെന്ന് റെന തന്നെ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. ഇത് ലൈവിൽ ആ ഒരു ബഹളത്തിനിടയ്ക്ക് ഞാൻ കേട്ടൊരു കാര്യമാണ്, ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു, എന്ത് കാര്യമാണ് ഒരാളോട് പോയി അങ്ങനെയാണോ ചോദിക്കുന്നത്, മിഡിൽ ഫിംഗറിന് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടോ എന്ന്. അപ്പൊ സ്വാഭാവികമായിട്ട് അതൊരു പ്രൊവോക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനുശേഷമാണ് മസ്താനി ഇത് ഈ രീതിയിൽ കാണിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇത് വലിയൊരു സംഭവമാക്കി പറയുമ്പോൾ ആ ഒരൊറ്റ ചെറിയ ഡീറ്റെയിൽ ഒന്ന് വിഴുങ്ങിയിട്ട് പറയാമായിരുന്നു റെനയ്ക്ക്. ഇതാണ് ഈ ഒനിയിൽ പറയുന്നത് കറക്റ്റ് ആണെന്നത്. മെച്യൂരിറ്റി ലെവലിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് ഈ റെന ഫാത്തിമയ്ക്ക്. അപ്പോൾ ലാലേട്ടനെ കാണാൻ പറ്റാത്തതിനാൽ ഇപ്പൊ പറയുന്നു എന്നൊരു കാര്യമാണ് റെന പറയുന്നത്. പിന്നെ മസ്താനി അത് ഏകദേശം അക്സെപ്റ്റ് ചെയ്യുന്നതും ഉള്ളതുകൊണ്ട് ആ ഒരു ഫൈറ്റ് പെട്ടെന്ന് തന്നെ കെട്ടടങ്ങുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഷാനവാസും അക്ബറും തമ്മിൽ തുടങ്ങുന്നുണ്ട് കേട്ടോ. സ്ഥിരം പരിപാടിയാണ്. നിന്റെ വായിന്ന് വീഴുന്ന അത്രയും വലുതൊന്നും ഇവിടെ ആരുടെയും വായിന്ന് വീണിട്ടില്ലടാ അക്ബറേ എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് തുടങ്ങുന്നുണ്ട്. കയർക്കുകയാണെങ്കിൽ നിങ്ങൾ നെഞ്ചത്തോടങ്ങ് കയറിയേക്കുവാണ്. അക്ബർ പറയുന്നത് ഷാനവാസ് അക്ബറിന്റെ തന്തയ്ക്ക് വിളിച്ചു എന്നൊരു കാര്യമാണ്. വിളിച്ചിട്ടുണ്ടാവും, അങ്ങനത്തെ സാധനങ്ങളൊക്കെ മ്യൂട്ട് ചെയ്തിട്ടാണ് കേൾപ്പിക്കുന്നത്. ഇത് പറഞ്ഞിട്ട് ഇവരെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട്. കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ടുള്ള കേസ് വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ്. അത് പോയി കാണാത്തവർ കാണുക. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.